സോളോ ട്രിപ്പ് എന്നും ഒരു വേറിട്ട അനുഭവമാണ്. അപ്പോൾ ലഡാക്കിലെ സോളോ ട്രിപ്പ് ഞാൻ പറയണ്ടല്ലോ. അതും മഞ്ഞ് മൂടിയ മലനിരകൾ, മഞ്ഞ് മൂടിയ റോഡുകൾ. അത് ഇനിയും ലഡാക്ക് ട്രിപ്പിനെ വൈഭവമുള്ളതാക്കുന്നു. നമ്മുടെ കോറൈഡേഴ്സ് എല്ലാം വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സോളോ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. രാവിലത്തെ അവസ്ഥ ഇതാണ്ടോ, മഞ്ഞ് കണ്ടോ. ഇവിടെയൊക്കെ മഞ്ഞുണ്ടായിരുന്നു കേട്ടോ, വണ്ടിയിലൊക്കെ മഞ്ഞുണ്ടായിരുന്നു. സോ നമ്മൾ തുർത്തുക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സോളോ ആണ് കേട്ടോ, സോളോ റൈഡാണ് വിത്ത് നമ്മുടെ ചെക്കൻ. ഓക്കെ, ഇപ്പം ഡൽഹിക്ക് പോവും. പിള്ളേർ ഇന്ന് ഫ്ലൈറ്റ് കയറും. സോ നമ്മൾ സോളോ ആയിട്ട് തുർത്തുക്ക് കയറും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പിള്ളേർക്ക് 11:30 ഫ്ലൈറ്റ് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ അത്രയും നേരം നിന്നില്ല. അവരെന്തായാലും 4 പേരുണ്ടല്ലോ. അതിൽ 3 പേര് ഫ്ലൈറ്റിൽ വീട്ടിലോട്ടും ഒരാള് ബൈക്കിൽ തന്നെ ഡൽഹിയിലോട്ടുമാണ് പോകുന്നത്. ഞാൻ ലഡാക്കിനെ ഇന്ന് നമുക്ക് കർദുങ്കലും തുർത്തുക്കും ഒന്ന് കവർ ചെയ്യാന്നുള്ള ഒരു പ്ലാനിൽ നേരെ തുർത്തുക്ക് വെച്ച് പിടിച്ചു. കർദുങ്കല കയറുന്നതിന് മുന്നേ ടാങ്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട് കർദുങ്കലയ്ക്ക്. കർദുങ്കല കയറുന്നതിന് മുന്നേ തന്നെ ടാങ്ക് ഫില്ല് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓള് പോയ പെട്രോൾ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കർദുങ്കല പിന്നെ തുർത്തുക്ക് പോകണം കേട്ടോ. തുർത്തുക്ക് പോയിട്ട് നമുക്ക് ഇതൊക്കെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ വെൽക്കംസ് യു ടു നുബ്ര വാലി. ഓക്കെ, നുബ്ര വാലി ആൻഡ് കർദുങ്കല കയറി നേരെ തുർത്തുക്ക് പോയി നുബ്ര വാലിയും കണ്ടിട്ട് വരാം കേട്ടോ. സോളോ ആണ് നമ്മൾ, ഇന്ന് മുതൽ സോളോ ആണ് കേട്ടോ. ഈ എപ്പിസോഡ് മുതൽ നമ്മൾ സോളോ ആണ്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സാരമില്ല. ഇത് ഏകദേശം ഒരു 18,000 അടി സീറ്റാണ് കേട്ടോ നമ്മൾ മുകളിൽ കയറുന്നത്. വെയിറ്റ് ഉണ്ട്, അത് മാത്രമുള്ള ഒരു പേടി. റോഡും ഓക്കെയാണ്. നമുക്ക് പതുക്കെ കയറാം അല്ലേ. ഓ ഇതാ മോനെ, അത് നോക്കിയേ അല്ലേ. പതുക്കെ കയറാം. നമ്മൾ ഗ്രാജുവലി ഇപ്പം പതുക്കെ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഓക്സിജൻ പ്രശ്നം വരുമെന്ന് വിചാരിക്കുന്നില്ല. അല്ലേ ഓക്കെ, ആ ഒരു വ്യൂ നോക്കിയില്ലേ. പൊളി. ഞാനൊന്ന് ഇവിടെ നിർത്താം, നോക്കട്ടെ. എൻ്റെ മോനെ, അത് നോക്കിയേ അല്ലേ, പൊളിയല്ലേ. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാ വീട്ടിലിരിക്കാൻ തോന്നുന്നു അല്ലേ. സോ എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറണം. അധികം സമയമില്ല. അതുകൊണ്ട് എന്താ പറയുക, പെട്ടെന്ന് ഒരു 2 മണിക്കൊക്കെ അങ്ങ് എത്താനുള്ള തുർത്തുക്ക് എത്തി. തുർത്തുക്ക് ലാസ്റ്റ് വില്ലേജാണ് കേട്ടോ. ലാസ്റ്റ് വില്ലേജ് കാണാമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ, നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് മെല്ലെ പതുക്കെ മുകളിൽ കയറാം കേട്ടോ. മഴ പെയ്ത് തകർന്നതാണോ, മഞ്ഞിൽ തകർന്നതാണോ, അതോ ഇനി വല്ല ഉരുൾപൊട്ടൽ വന്നതാണോ ഒന്നും അറിയില്ല. പുതിയ റോഡ് ഉണ്ടാക്കുന്നതാണോ എന്നും അറിയില്ല. വഴിനീളെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. നല്ല തകൃതിയായിട്ട് റോഡ് പണിയും നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഓഫ് റോഡ് ഫീലായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കേട്ടോ. ഈ ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ലേ വ്യൂ പോയിന്റിലേക്കാണ്. അതിമനോഹരമായൊരു വ്യൂ പോയിന്റ്. ലേ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് 13,000 ഫീറ്റ് മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ലേയിലെ എന്താ പറയുക, ലേ വ്യൂ പോയിന്റ് ആണിത്. കർദുങ്കല പോകുന്നതിന് മുന്നുള്ള വ്യൂ പോയിന്റ് ആണിത്. പൊളി. അവിടെയൊക്കെ ആരോ ടെൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെയൊക്കെ മഞ്ഞാണ് കേട്ടോ. അത് നോക്കിയാൽ മഞ്ഞ്. ഇവിടെ നിന്നാൽ ഫുൾ ലേ കാണാൻ പറ്റുമോ? എൻ്റെ മോനെ, എന്താല്ലേ ഇത് കാണുമ്പോൾ എന്തൊരു ഹാപ്പിനെസ് ഇല്ലേ. അത് നോക്കിയാൽ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലേ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്.
ഇതാണ് കേട്ടോ ലേയുടെ ഒരു ചെറിയ ഭാഗം. അതൊരു മൊനാസ്ട്രിയാണ്, അത് നമുക്ക് കയറാം. ഓക്കെ, ആ പൊളി. എന്തായാലേ കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കിയല്ലേ. നോക്കിയല്ലേ, ദേ അടിപൊളി. ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും കേട്ടോ. പൊളി. അപ്പോൾ നമുക്ക് നേരെ മുകളിൽ കർദുങ്കല കയറാം. അവിടെ എല്ലാം മഞ്ഞാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കർദുങ്കല പോവാം. നമ്മുടെ ചെക്കൻ പവറാണ്, ഒന്നും വരാതിരിക്കട്ടെ. ടയറെല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, നേരെ കർദുങ്കല. മക്കളെ കുറ്റം പറയരുതല്ലോ, റോഡ് പണിയാണെങ്കിലും നല്ലൊരു ഓഫ് റോഡ് ഫീല് നമുക്ക് ഈ റോഡ് തരുന്നുണ്ട്. കേരളത്തിലെ റോഡിനെ അനുസ്മരിക്കുന്ന റോഡുകളാണ് ഇവിടെ ഉള്ളത്. വ്യത്യാസം ഒന്നേ ഉള്ളൂ, അവിടെ റോഡുകൾ തോടാകുന്നു, ഇവിടെ തോടുകളെ റോഡാക്കുന്നു. ലേ വ്യൂ പോയിന്റ് കഴിഞ്ഞ് നേരെ കയറി ചെന്നത് അതിലും ഭംഗിയുള്ള വേറൊരു വ്യൂ പോയിന്റിലേക്ക്. ദ ഫസ്റ്റ് വ്യൂ ഓഫ് ലേ. എവിടേക്കാന്നറിയോ? ഫസ്റ്റ് വ്യൂ ഓഫ് ലേ. ഇവിടെ നിന്നൊരു വ്യൂ, അത് സൂപ്പറാട്ടോ. പൊളി. നൈസ് വ്യൂ കേട്ടോ. നമുക്ക് വൈകി ഫസ്റ്റ് വ്യൂ ഓഫ് ലേ എന്നാണ് ഇതിപ്പോൾ പറയുന്നത്. നോക്കട്ടെ ഫസ്റ്റ് വ്യൂ ഓഫ് ലേ എങ്ങനെ ഉണ്ട് നോക്കാം. എൻ്റെ മോനെ കിടുക്കാച്ചിട്ടോ. ഞാൻ ഫസ്റ്റ് വ്യൂ ഓഫ് ലേ എന്താ അടിപൊളി. നോക്കാം. അയ്യോ, ഫോണും ക്യാമറയൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്ന്, അതിൻ്റെ അടുത്തോട്ട് പോവോ? ദ വേ ഓഫ് കെ ടോപ്പ്. അപ്പോൾ താഴെ കുറച്ച് റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓഫ് റോഡ് പോലെ ആയിരുന്നു. ഓഫ് റോഡ് കഴിഞ്ഞ് കുറച്ച് നോർമൽ റോഡായിട്ടുണ്ട്. വഴിയിലൊക്കെ നമ്മൾ മറ്റേ മഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ്. ഹലോ, മഞ്ഞ് കാണുന്നുണ്ട്. നമ്മൾ സോളോ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, നമ്മളെന്തോ ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. എന്താണോ എന്തോ ഞാൻ അത്ര കാണാൻ കൊള്ളാത്തവരാണോ അത്? ചേട്ടാ ഈ പറക്കുന്ന കളിക്കോ? അയ്യോ, എന്തൊരു പുകയത് തന്നെ. പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക, ലഡാക്കൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. മണാലി റൂട്ട് ഇപ്പോഴും ക്ലോസ് ആണ്. ഇന്നലെ ക്ലോസ് ആയിരുന്നു, പക്ഷെ ഇന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷേ ബൈക്കിൽ പോകുന്നത് അത്ര സേഫ് അല്ല, കാരണം എപ്പോൾ വേണമെങ്കിലും മഞ്ഞ് വീഴാന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. നമുക്ക് ആദ്യം തുർത്തുക്ക് കവർ ചെയ്തതിന് ശേഷം മണാലി ഇറങ്ങാം. പറ്റുകയാണെങ്കിൽ മണാലി ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ശ്രീനഗർ വഴി തന്നെ തിരിച്ച് ഇറങ്ങും കേട്ടോ. അത് നോക്കി നോക്കളെ. അപ്പോൾ ഇതാണ് നിലവിലെ പ്ലാന്. ആദ്യം നമ്മൾ കർദുങ്കല പിടിക്കുന്നു. കർദുങ്കല പിടിച്ചിട്ട് നേരെ തുർത്തുക്ക് കയറും. തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് നുബ്രാവാലിയും കൂടെ കവർ ചെയ്യാം. കവർ ചെയ്തതിന് ശേഷം നേരെ ശ്രീനഗർ പിടിക്കാം. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. പാങ്ങോങ് വെരി മുഷ്കിലേ, എന്താ പറയുക, കഷ്ടമാണ്. കാരണം ഓൾമോസ്റ്റ് മഞ്ഞ് ഇറങ്ങിത്തുടങ്ങി. പിന്നെ ഇനി ഇവിടെ നിന്ന് പാങ്ങോങ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റലും കൂടാണ്. നോക്കാം, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, 10220 ഫീറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നേരെ നമ്മൾ ആദ്യം കർദുങ്കല കയറുന്നു. കർദുങ്കല, പിന്നെ ഡിസ്ട്രിക്റ്റൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഈ ഒരു റൂട്ടിൽ തന്നെയാണ് അതെല്ലാം.
അതുകൊണ്ട് നമുക്ക് ട്രിപ്പ് വരുന്നവർക്ക് നമുക്ക് ഈസിയാണ് കേട്ടോ. ആദ്യം പിന്നെ ഞങ്ങൾ ഉംലിങ്ങിലാണ് ആദ്യം പോയത്. പിന്നെ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലൈക്ക് ഇതുപോലെ മഞ്ഞ് വീണ് ഉംലിങ്ങിൽ ക്ലോസായി പോകണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് നമ്മൾ ലേന്ന് നേരെ ഉംലിങ്ങിലേക്ക് വിട്ടത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ട്രാജഡി ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ലഡാക്ക് ട്രിപ്പ് അങ്ങനെയാണ്. നമ്മുടെ പ്ലാനുകളെല്ലാം മാറി മറിയും. സോ ഗ്രൂപ്പ് റൈഡായിട്ട് വന്നാൽ ഞാനിപ്പോൾ സോളോ റൈഡർ ആയില്ലേ, അതൊക്കെ തന്നെയാണ് ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത. ഇതൊക്കെ മോനെ അയ്യോ വഴിയില്ലേ, എൻ്റെ മുന്നേ ഒരു ട്രാവലർ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൺഫേമാണ് ഇവിടെ വഴി ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് സീനൊന്നുമില്ല, പതുക്കെ പോകാം കേട്ടോ. മഞ്ഞാണ്. പിന്നെ ഒരു കാര്യം, സോളോൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹരിപറിയും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് പതുക്കെ ഇത് നോക്ക്. ഹലോ ഇതൊക്കെ മക്കളെ ഇത് കണ്ടോ നിങ്ങൾ? എൻ്റെ മോനെ, സൂര്യൻ അടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ? അത് കണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം കാണാതെ പിന്നെ എന്താ ഉള്ളത് അല്ലേ? ഞാൻ 360 കൂടെ ഒന്ന് ഓണാക്കാമല്ലേ. പക്ഷേ നമ്മളെപ്പോഴും സേഫായിട്ട് റൈഡ് ചെയ്യാം കേട്ടോ. ആ കാണുന്ന ഇതിന് നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും പറ? ഇതൊന്നും കാണാതെ പോയിട്ട് എന്താണ് ഉപകാരം എന്ന് പറ. അതും സോളോ റൈഡ്. എൻ്റെ മോനെ, ഇതിപ്പോൾ ഏതിയാ പോകേണ്ടത്? ഇതാണ് പോകേണ്ടത്. ഓക്കെ പോവാം. എൻ്റെ മോനെ, ഞാനിവിടെ വേണേൽ നിർത്താം കേട്ടോ ഒരു സെക്കൻഡ്. ഇത് കാണും നിങ്ങൾ, ആ മലനിരകൾ കാണും, ഇത് കാണും. മനസ്സിന് അതാ പോണു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ പോയ ട്രാവലർ അത് പോണു. നമുക്കിങ്ങനെ ചുറ്റി കയറുകയാണ് വേണ്ടത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മനസ്സിലെന്താണെന്നറിയോ, ഇപ്പോൾ ഒരു ഭാരമില്ല, ഞാനൊരു കൊച്ചു കുട്ടിയാണെന്നുള്ളൊരു ഫീലാണ് എനിക്ക് വരുന്നത്. ഓക്കെ, പൊളി കേട്ടോ എൻ്റെ മോനെ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത് കണ്ടിട്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ മുകളിൽ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ മുകളിലോട്ട് പോവാം. ഇവിടെ ഒരു കുറുക്ക് വഴി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. വേണ്ട, എന്തിനാണല്ലേ, നമ്മൾ മര്യാദക്കുള്ള വഴിക്ക് തന്നെ പോവാം. പുതിയ റോഡ് പണിതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നോക്കി, ഹോൺ അടിക്കാൻ പാടില്ലാന്ന്. പുതിയ മാനും മുയലൊക്കെ ഉള്ളതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്, ലെറ്റ്സ് ഗോ. അപ്പോൾ സർദുങ്കല മുന്നോട്ട് പോകുന്തോറും ദൂരെ കണ്ടിരുന്ന മഞ്ഞെല്ലാം അടുത്ത് കാണാൻ തുടങ്ങി. എന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒന്നാണ് റോഡിലുള്ള മഞ്ഞ്. ഫ്രണ്ട്സ്, പേടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ഞ് കയറി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വൺസ് വീണ് കഴിഞ്ഞാൽ വണ്ടി എടുക്കാനാണ് പണി. സോളോ ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ഒന്നും അല്ല, എന്നാൽ എനിക്കിവിടെ ഇറങ്ങണമെന്ന് തോന്നി. മഞ്ഞ് കണ്ടപ്പോൾ അതിലൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് ഒരാഗ്രഹം, അതുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ. കേരളത്തിൽ ഇതുപോലെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഏത് സ്ഥലമായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. കേരളത്തിൽ ഇതുപോലെ മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിൽ മൂന്നാർ സമാനതകളില്ലാത്ത ഒരു സൗന്ദര്യമായേനെ. ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക, പാലക്കാട് മഞ്ഞ് പെയ്താൽ എങ്ങനെയിരിക്കും? എൻ്റെ മോനെ, കേരളത്തിൽ പെയ്യാത്ത മഞ്ഞിനെ ഞാൻ ഇവിടെ ഇരുന്ന് വാരിക്കോരി കളിച്ചു. മുന്നോട്ട് പോകുന്നതോറും റോഡിലൊക്കെ നിറയെ മഞ്ഞുണ്ട് കേട്ടോ. ഇതെന്നെ ഒന്നുകൂടെ ഭയപ്പെടുത്താൻ തുടങ്ങി. കാരണം താഴത്തുനിന്നേ ഇങ്ങനെ മഞ്ഞാണെങ്കിൽ മുകളിലോട്ട് പോകുന്തോറും നല്ല മഞ്ഞുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വഴിയരികിൽ നിന്ന് രണ്ടുപേര് എൻ്റെ മനസ്സിലെ പേടി ഒന്നുകൂടെ കൂട്ടി.
ऊपर अलो नहीं कर रहे हो? अलाउ नहीं कर रहे अच्छा, ऊपर से अलो नहीं कर रहे? बाइक को वो अलाउ नहीं करेगा, ड्राइव नहीं कर रहे वापस दो। आप कब खोलेगा? हाँ जी ये कब खोलेगा? नहीं रोड है ना, सब होना चाहिए ना। अच्छा, नहीं, शायद बर्फ आज पिघल के गया, मतलब तब ये सीजन बंद हो गया है ना? बंद नहीं है, बंद फिर डूब आएगा ना, हाँ। बर्फ पिघल जाएगा फिर छोड़ेगा। अच्छा, बाइक रिस्की है ना, बाइक को तो नहीं छोड़ेगा। बाइक करो दूसरा डायरेक्शन में चलो, दूसरा कैसे जाओगे? दूसरा आप डेस्टिनेशन को है ना, ये तो मुश्किल है ना, गाड़ी स्लिप हो रहा है। अच्छा, रोक रहे हो? बाइक को ब्रेक ब्रेक करना चाहिए। कर दूंगा तब कोई दूसरा रास्ता है क्या? नहीं खारदोला है तो है माली से भी ऊंचे है ना, वहाँ तो बर्फ पड़े वहाँ तो बहुत बर्फ। तो शायद कैसे होगा? आज सुबह जाएगा तो कल परसों तक खुल जाएगा, जाने देगा, खुला क्या है जाने देगा। अच्छा, अब तो गाड़ी बर्फ है वो तो छोड़ेगा, वो बाद में उसको चैन लगाना पड़ता है गाड़ी को ऊपर, हाँ, ये तो नहीं खुलेगा, नहीं छोड़ेगा, रिस्की है ना। चलो देखते हैं फिर। देखो आए जा आराम से। हाँ हाँ, आराम से चलो। റോഡ് മൊത്തം ഐസായതുകൊണ്ട് മുകളിലോട്ട് വിടുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എൻ്റെ കിളി പാറിയെന്ന് പറയാലോ. പക്ഷെ നമ്മൾ മുന്നോട്ട് തന്നെ നേരെ കയറി ചെന്നത് അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കും. ഇതൊരു വ്യൂ പോയിന്റാണ് കേട്ടോ. ഇതൊരു വ്യൂ പോയിന്റാണ്, പക്ഷേ ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ അപ്പുറം വരെ സ്നോഫോൾ ആയതുകൊണ്ട് റോഡ് ക്ലോസ്ഡ് ആണ്, കർദുങ്കൽ എത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, എന്താവും അറിയില്ലല്ലോ. ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്, അതുപോലെ പണി പാളുമോ? ഇനിയിപ്പോൾ ടാക്സിയിൽ എങ്ങനെയും പോകാൻ പറ്റുമോ? പൊളിയില്ലേ ഇതൊക്കെ. ടാക്സി നോക്കാം പറ്റുമോ? നമുക്കെത്തേണ്ടിയിരുന്നത് സൗത്ത് പുള്ളു വരെയായിരുന്നു. കർദുങ്കലിയുടെ ബേസ് ക്യാമ്പ് എന്ന് വേണമെങ്കിൽ സൗത്ത് പുള്ളുവിന് പറയാം. പക്ഷെ വഴിയോരത്ത് കണ്ട ഒരു കാഴ്ചയാണ്. ഒരു പിക്കപ്പ് വാൻ റോഡിൽ ഐസ് കാരണം തെന്നി മാറിയതാണ് ഈ കാണുന്നത്. ओके, ठीक है ना? ठीक है, थैंक यू। आराम से आप लोग मुश्किल से छोड़ेगा, तो चलेगा ना? देखता हूँ। आराम से जाओ, फिर मिल जाएगा। ओके, आ जाओ। लव यू आपको ट्रक भर के। थैंक यू दिस टाइप ऑफ काइंडनेस। हेलो ब्रदर, हेलो, वेयर फ्रॉम ब्रदर? या हम फिर केरला में। नहीं करेंगे? नहीं करेंगे? ऊपर ब्लैक आइज है, नहीं छोड़ रहा है पुलिस, ब्लैक आइज है, सब वापस जा रहा है। इससे अच्छा यही से आप रिटर्न हो जाओ, क्यों आपने देखता हूँ फिर। देखो चल, आप भी आ जाओ। देखते हैं, अगर नहीं भी छोड़ता है ना, हाँ कोशिश करेंगे कि थोड़ा देर रुक के हाँ, 1-2 घंटा रेस्ट हाँ। करके देखेंगे। ठीक है, चलो। आप ऐसा पार्किंग मत करना, हाँ इधर पार्किंग मत करना, हाँ हाँ, क्योंकि है ना आपका जो शूज है ना हाँ स्लिप हो जाएगा। ओके ठीक है, अब जो रोड है उसमें पार कर लो। ठीक है, नहीं तो आप जब चढ़ेगा ना तब स्लिप हो जाएगा। ठीक है, आराम से। अच्छा, आपका गाड़ी कहाँ है? नीचे तो क्या है? क्या आपका जो फ्रेंड है वो कहाँ है? पता नहीं, आएगा वो नहीं आ रहा है, नहीं आ रहा है? मैंने पूछा था। हाँ, वो नहीं आ रहा, क्या बोल रहा है? पता नहीं। चलो हम देखते हैं, चलेगा। हम देखते हैं।
इसलिए बन रहा हूँ राइडर। चलो देखते हैं। हाँ वेरी डिफिकल्ट। घंटा। हाँ जी। कहाँ से हो सर जी? केरला। केरला, बड़ा लंबा ट्रिप मारा। आगे नहीं जा रहे? चेन है? आगे नहीं चल हमारे रहा। पास चेन नहीं है ना। चेन बाइक नहीं तो है। मेरे जल्दी जा रहे चेन लेके आओ फिर इधर से हैं। बाइक मिलेगा। तो छोड़ेंगे ये सामने से। यहीं वहाँ से पर तो जाना मालूम पड़ेगा, फिर बहुत सफर निकाला, फिर इधर से मिलेगा कुछ नहीं मिलेगा। यार। आपको शायद कुछ नहीं मिलेगा राइट पर। देख चौकी। आप कहाँ से हो? कहाँ से हो? हम इधर से ही आ रहे हैं। लोकल है। अच्छा अच्छा, आपका जो फ्रेंड है ऊपर है, गया वो? नहीं ऊपर नहीं गया, उधर इधर सिर्फ हो गए? हाँ ना ना ना, इट्स ओके। हम देखते हैं जाके, ठीक है? थैंक यू भाई। അങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്താണെന്ന് ഞാൻ ശരിക്കും ഫീൽ ചെയ്തു. റോഡിലുള്ള ഐസ് വളരെ ഡേഞ്ചറസ് ആണ് ഗൈസ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വളരെ പതുക്കെയും ശ്രദ്ധിച്ച് മാത്രം ബൈക്ക് ഓടിക്കുക. അങ്ങനെ ഞാൻ സൗത്ത് പൂളിലെത്തി. ഇനിയാണ് ട്വിസ്റ്റ്. कोई भी चांस है कल या परसों या अभी ये सीजन बंद हो गया क्या? റോഡിൽ ഫുള്ള് മഞ്ഞാണ്, നടക്കില്ല. അപ്പോൾ സർദങ്ങൾ കയറ്റി വിടില്ല കേട്ടോ. ചെക്ക് പോസ്റ്റ് അടിച്ചു. പോലീസ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഈ സീസണിൽ ബൈക്കിന് സീസൺ ക്ലോസ് ആയതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പോവാതിരിക്കാനും പറ്റുന്നില്ല. എന്തൊരു കഷ്ടമാണ്. എന്ത് ചെയ്യാനാണ്? നമ്മൾ പ്രകൃതിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. നേച്ചറാണ്, റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ സോളോ കൂടിയാണ്, അപ്പോൾ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. പൊടി കുറച്ച് നോക്കാം. ओए 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 कोई 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 आराम से। ठीक है ना, ठीक है ना, ठीक है ना, ठीक है ना, कोई बात नहीं, कोई बात। ठीक है ठीक है, यू ओके, यू ओके, यू ओके। एक सेकंड, नो 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 नो, डोंट डू दैट, नो वेट वेट वेट, ऐसा ऐसा पकड़ो, ऐसा। वेट 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 वेट। भाई आराम से यार, थैंक यू थैंक यू। ओके ना, ओके ना, ओके ओके ओके। भाई रुको यार, जाते। ഓ ഭായി എന്താ ചെയ്യാ, വീണുണ്ടോ? ഇതാണ് അവസ്ഥ കേട്ടോ. भाई बाइक का चेन मिलेगा भाई? नहीं जाने देगा। आप टैक्सी जानते हो? कितना लेते हो एक पर्सन के लिए? कितना? 16,000? पैंगो
अच्छा, अब इधर से कहाँ तक जाएगा? हैं? उधर नुब्रा वाली कार होगा? हाँ। अच्छा अच्छा अच्छा, ऐसा जा रहे हैं तो तुर्तुक नहीं जाएंगे? एक्स्ट्रा लगेगा? कितना लगेगा? अगर मान लो अगर ले से तुर्तुक, तुर्तुक से पैंगोंग, पैंगोंग से वापस ले, नहीं तुर्तुक जाना है पहले, जो वापस आने टाइम पे जो हम पैंगोंग जा सकते हैं क्या ना? पैंगोंग जा सकते हैं ना? मैंने ये पूछा कि अब हम सीधा तुर्तुक जाएंगे, तुर्तुक जाके वापस आने टाइम पे पैंगोंग कवर कर देंगे, ऐसा ऐसा है तो कितना मिले? हाँ स्टे करना पड़ेगा। हाँ तो कितना होगा? अप्रोक्सीमेट बताओ ना। 30 30 30 30 नहीं होगा? और कितना कितना कितना? 18? अच्छा अच्छा, नीचे से पकड़ना पड़ेगा ना? कहाँ मिलेगा? अच्छा अभी तो मुझे नहीं हो पा रहा। हाँ केरला। हाँ जी हाँ जी हाँ जी हाँ जी, इधर तक 11-12। अभी तो 1 महीने का ब्रेक लिया, अब मैंने मौसम चेंज कर दिया, 7 दिन का और एक्सटेंड कर दिया। मैंने सोचा कि ये कवर कर दूँ, अभी तो नहीं हो पा रहा है, तो मैं श्रीनगर ही वापस जाऊँगा। अभी तो मनाली रूट भी बंद है, ऐसा ही है। हाँ जो कार चलते हैं और बाइक नहीं जाने थे, तो श्रीनगर ही जाएंगे। भाई क्या करोगे? हाँ ले चलो फिर। हाँ ले, आप जल्दी जल्दी निकलो, लेकिन आपको उमलिंगला भी मिस हो जाएगा। हाँ हाँ आप जाओ, अभी ना आए तो वो 6 बजे तक हो जाएगा। नहीं राइडिंग तो रूट तो सही है अभी। कल आया था मैं हानले से। हाँ नो नो नो, हाँ हाँ अभी तो ठीक है, लेकिन थोड़ा जैकेट वगैरह लेके जाओ, क्योंकि ना माइनस पड़ रहा है उधर। हाँ बहुत ठंड है रात में। हाँ -5 -7 तक आए कल। ठीक है, आराम से गिरना ना यार। हम क्या करेंगे, अभी दूसरा बैच आ रहा है तो वेट करो यार, चले जाओ। मेरा फ्रेंड्स आ रहा है, जो दूसरा फ्रेंड्स आ रहा है, लेकिन वो आज शाम को ही ले पहुंचेंगे, जाने नहीं दे रहा भाई। ना दूसरा रास्ता यू टर्न मार के जाना पड़ेगा नीचे भाई, और कुछ नहीं, सॉरी। एक ही रास्ता है ना। पैंगोंग भी अभी मुश्किल है, ये भाई से पूछ लेंगे। भाई पैंगोंग भी ऐसा ही है ना अभी? पैंगोंग भी मुश्किल है ना बाइक? बर्फ है। अच्छा भाई आराम से। ओए यार पुश मारो। नहीं राइट ले लो, राइट आ जाओ, इधर से आएंगे। ओके भाई हो जाए। हाँ गाइस, इधर सियाचिन हाँ नोबिल है।
സൗത്ത് പോൾ കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് 15,300 ഫീറ്റ്. സെൻസിറ്റീവ് വെച്ചാൽ സോൺ. റിനോട്ട് ഇട്ട് ഓക്കെ. മഞ്ഞ് നോക്ക്. നോട്ട് ഓൺ സോൺ. എന്താ ചെയ്യല്ലേ? അത് കണ്ടിട്ട് പോകാതിരിക്കാനും പറ്റില്ല. പക്ഷേ ടാക്സി ഇവരിപ്പോൾ പാക്കേജ് എന്നാണ് പറഞ്ഞത്. 16,000 പാക്കേജ് സോളോയിൽ എന്ത് ചെയ്യാനാണ് അല്ലേ? നമുക്ക് തിരിച്ചു പോയാൽ നമുക്ക് എവിടെയെങ്കിലും എത്താം. പട്ടികൾ വരെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി. അയ്യോ എന്താ ചെയ്യാ? നമുക്ക് തിരിച്ചു പോവാല്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ പോകാൻ പറ്റില്ല, സീനാണ്. അപ്പോൾ നമ്മൾ കരുതുന്നില്ല നമുക്ക് വേറെ എപ്പോഴെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സങ്കടമുണ്ട്, എന്നാലും വേറെ വഴിയില്ല, ഇതേ ഉള്ളൂ, നിവർത്തിയില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. ശ്രീനഗർ വഴി നമുക്ക് പറ്റുന്ന അത്ര സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, വേറെ എന്ത് ചെയ്യാനാണ്? വേറെ ഒന്നും ചെയ്യാനില്ല. Yo guys,